ഇന്ന് നമ്മൾ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഈ അടുത്ത സമയത്ത് വന്നിട്ടുള്ള പരീക്ഷകളിൽ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും സെലക്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ ഇത്തവണ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിനകത്തൂടെ ഒന്ന് ചോദിച്ചു പോകാം. ആർട്ടിക്കിൾ മാത്രം പറഞ്ഞു പോകാം, നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, പഠിക്കുക. ആർട്ടിക്കിൾ 1 എന്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു? അങ്ങനെയാണ് ഓരോ ആർട്ടിക്കിളിൻ്റെ നമ്പറുകൾ പറയും, അത് എന്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു എന്നുള്ളത് പറയും. അതായത് പ്രധാനപ്പെട്ടത് മാത്രം, ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ ആർട്ടിക്കിൾ 1 കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്, UT അഥവാ യൂണിയൻ ടെറിട്ടറി. നെക്സ്റ്റ് ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. അടുത്തത് ആർട്ടിക്കിൾ 14 സമത്വം അഥവാ ഇക്വാളിറ്റിയെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 17 അയിത്തം അഥവാ അൺടച്ചബിലിറ്റി, അതിനെക്കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 21A, അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. അടുത്ത നോക്കാം, ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നു. അടുത്തത് ആർട്ടിക്കിൾ 32 ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. അടുത്തത് ആർട്ടിക്കിൾ 44, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 44 പറയുന്നത് ഏകീകൃത സിവിൽ കോഡാണ്. അത് ഈയിടയ്ക്കൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള, ഇനിയും മുന്നോട്ട് ചോദിക്കാനും സാധ്യതയുള്ളതാണ്. അത് പ്രധാനമായിട്ടൊന്ന് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 47 മദ്യനിരോധനം. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനം. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനം. ആർട്ടിക്കിൾ 51A മൗലിക കടമകളാണ്. അത് പണ്ട് തൊട്ടേ ചോദിക്കുന്ന ചോദ്യമാണ്. ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ. അടുത്തത് ആർട്ടിക്കിൾ 52 ആർട്ടിക്കിൾ 52 പ്രസിഡന്റ്, നമ്മുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക. അടുത്തത് ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെൻ്റ് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെൻറ്റ്. ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡന്റ്. അടുത്തത് ആർട്ടിക്കിൾ 72 പൊതുമാപ്പ് പ്രസിഡന്റിനാ അതിൻ്റെ റൈറ്റ്, അപ്പോൾ അത് ഒന്ന് നോക്കുക. ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ. അടുത്തത് ആർട്ടിക്കിൾ 108 ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനമാണ്, നമ്മളുടെ സഭകളുടെ സംയുക്ത സമ്മേളനമില്ലേ, അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 108. ആർട്ടിക്കിൾ 110 മണി ബിൽ. ആർട്ടിക്കിൾ 110 മണി ബിൽ. അടുത്തത് ആർട്ടിക്കിൾ 112 ബഡ്ജറ്റ് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 112 ബഡ്ജറ്റ് ആണ്, കേന്ദ്ര സംസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള ബഡ്ജറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ. അടുത്തത് ആർട്ടിക്കിൾ 123 ഓർഡിനൻസ് ആണ്. അടുത്തത് ആർട്ടിക്കിൾ 124, അത് പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയാണ്, സുപ്രീം കോടതി. അടുത്തത് ആർട്ടിക്കിൾ 148, അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആർട്ടിക്കിൾ 148 CAG. അടുത്തത് ആർട്ടിക്കിൾ 214. ആർട്ടിക്കിൾ 214 ഹൈക്കോടതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 243A, ശ്രദ്ധിക്കുക, 243A ഗ്രാമസഭകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷനാണ്. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ. ആർട്ടിക്കിൾ 315
ആർട്ടിക്കിൾ 315 എന്താ പറഞ്ഞിട്ടുള്ളത്? UPSC ആണ്. UPSC. ആർട്ടിക്കിൾ 324 ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് ഉള്ളത്. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 326 അടുത്തത് ആർട്ടിക്കിൾ 326 പ്രായപൂർത്തി വോട്ടവകാശം ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 330 റിസർവേഷൻ SC ST ലോകസഭ. ലോകസഭയിലേക്കുള്ള SC ST വിഭാഗത്തിൻ്റെ റിസർവേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് 330 ആർട്ടിക്കിൾ 330. അടുത്തത് ആർട്ടിക്കിൾ 332 റിസർവേഷൻ SC ST സംസ്ഥാന നിയമസഭ. ആർട്ടിക്കിൾ 332 റിസർവേഷൻ SC ST സംസ്ഥാന നിയമസഭ. ആദ്യമേ പറഞ്ഞിട്ടുള്ളത് ലോകസഭയെ കുറിച്ചിട്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 332. 330 ലോകസഭയാണെങ്കിൽ 332 സംസ്ഥാന നിയമസഭയാണ്. ആർട്ടിക്കിൾ 352 അടുത്തത് ദേശീയ അടിയന്തരാവസ്ഥ. നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ് അല്ലേ? 352 ദേശീയ അടിയന്തരാവസ്ഥ. അടുത്തത് ആർട്ടിക്കിൾ 356 അത് പറയുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. അടുത്തത് നെക്സ്റ്റ് ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്. അതാണ് ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 370 ഇത് ഈ ആർട്ടിക്കിൾ നിലവിൽ വന്നതോ അന്ന് തൊട്ടേ എല്ലാ ഇതിലും ചോദിക്കുന്നതാണ്. ഇത് എടുത്തു കളയുകയും ഒക്കെ ചെയ്തില്ലേ? ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവിയെ സംബന്ധിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് 370. എല്ലാവർക്കും അറിയാമായിരിക്കാം, എങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്.